നമസ്കാരം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഈ ക്രിസ്മസിന് ഏറ്റവും സ്പെഷ്യലായിട്ട് റെഡിയാക്കി എടുക്കാവുന്ന ഒരു കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഇപ്പോൾ ലാറ്റിൻ അമേരിക്കൻ ഒറിജിൻ ആയിട്ടുള്ള ട്രസ് ലെച്ചസ് എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു 3 ലെയർ മിൽക്ക് കേക്കാണിത്. വളരെ സിമ്പിളായിട്ട് നമുക്ക് വീട്ടിലുണ്ടാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. പിന്നെ ഇതിനകത്ത് ഓവൻ, ബീറ്റർ, അതുപോലെ തന്നെ ഐസിങ് ടൂൾസ്, മുട്ട അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും തന്നെ നമ്മൾ ഉപയോഗിച്ചിട്ടില്ല. നമ്മുടെ വീട്ടിലുള്ള കാര്യങ്ങൾ വെച്ച് ഏറ്റവും സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാവുന്ന ഒരു രീതിയിലാണ് ഈ ഒരു റെസിപ്പി കാണിക്കുന്നത്. അപ്പോൾ എല്ലാവരും തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുകയും നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുകയും ചെയ്യുക. പിന്നെ എപ്പോഴും പറയുന്നത് പോലെ ഇനി ഈ ചാനൽ ആരെങ്കിലും പുതിയതായിട്ട് കാണുവാണെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ റെസിപ്പീസ് ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ തൊട്ടടുത്തായി കാണുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാനും അതിൻ്റെ കൂടെ ഓപ്പണായി വരുന്ന ബോക്സിൽ ഓൾ എന്ന് ടിക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഈ ഒരു കേക്ക് എങ്ങനെയാണ് റെഡിയാക്കി എടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഈ കേക്ക് മുട്ട ചേർത്തും ചെയ്യാറുണ്ട്, മുട്ട ചേർക്കാതെയും ചെയ്യാറുണ്ട്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ റെസിപ്പിയിൽ നമ്മൾ മുട്ട ചേർക്കാതെയാണ് കാണിക്കുന്നത്. അപ്പോൾ ഇതിനായിട്ട് ഞാനൊരു 1/2 കപ്പിനടുത്ത് കണ്ടൻസ്ഡ് മിൽക്ക് ഒരു പാത്രത്തിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ഞാൻ മെഷർമെൻറ്റ്സ് ഒക്കെ എടുത്തിരിക്കുന്നത് 240 ml കപ്പിലാണ്. അപ്പോൾ 240 ml കപ്പിൽ 1/2 കപ്പ് കണ്ടൻസ്ഡ് മിൽക്കാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഇനി ഇതിലോട്ട് നമ്മൾ വെജിറ്റബിൾ ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത്. ഏത് വെജിറ്റബിൾ ഓയിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഇതിന് വേണ്ടിയിട്ട് ഒരിക്കലും വെളിച്ചെണ്ണ ഉപയോഗിക്കരുത്. അപ്പോൾ അതൊരു 1/4 കപ്പിനടുത്ത് ഒഴിച്ചു കൊടുക്കാം. ഇനി നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് പഞ്ചസാരയാണ്. അപ്പോൾ പഞ്ചസാര ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മൾ ഓൾറെഡി കണ്ടൻസ്ഡ് മിൽക്ക് ചേർക്കുന്നത് കൊണ്ട് തന്നെ ഒത്തിരി ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇവിടെ ഒരു 1/4 കപ്പിനടുത്താണ് ഉപയോഗിക്കുന്നത്. പൊടിച്ച പഞ്ചസാര തന്നെ ചേർത്ത് കൊടുക്കാൻ നോക്കാം. അപ്പോൾ അതുകൂടി ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കുകയാണ് വേണ്ടത്. ഇനി പഞ്ചസാരയും കണ്ടൻസ്ഡ് മിൽക്കും എല്ലാം കൂടി നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ശരിക്കും നല്ല അലിഞ്ഞ് കറക്റ്റ് പാകമായി കിട്ടുന്ന പാകത്തിന് വേണം നമ്മളൊന്ന് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. ഒന്ന് യോജിപ്പിച്ചെടുക്കാം. കണ്ടൻസ്ഡ് മിൽക്ക് ഓയിലൊക്കെ നല്ലതുപോലെ യോജിപ്പിച്ചതിന് ശേഷം ഇതിലോട്ടുള്ള ഫ്ലോർ ഒന്ന് അരിച്ചെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഞാൻ ഇതിൻ്റെ മുകളിലായിട്ട് ഒരു അരിപ്പ വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഇതിലോട്ട് നമുക്ക് മൈദ ചേർത്ത് കൊടുക്കാം. 240 ml കപ്പിൽ ശരിക്കും ലെവൽ ചെയ്തിട്ടുള്ള മെഷർമെൻറ്റിൽ അളന്നെടുത്തിട്ടുള്ളതാണ്. 1 കപ്പ് മൈദയാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. ഇതിലോട്ട് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർക്കാം. 1/4 ടീസ്പൂണിനടുത്ത് ബേക്കിംഗ് സോഡ ചേർക്കാം. കേക്കിൻ്റെ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 2 പിഞ്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഫ്ലോർ നല്ലതുപോലെ അരിച്ചെടുത്തിട്ട് നമുക്ക് നമ്മുടെ മിൽക്ക് മെയ്ഡൊക്കെയുള്ള മിക്സിലോട്ടേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കാം. തവി വെച്ചിട്ട് നമുക്കിത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ശരിക്കും ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ മിൽക്ക് മെയ്ഡായിട്ട് നമ്മൾ ശരിക്കും അരിച്ചെടുത്തിരിക്കുന്ന ഫ്ലോർ ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ മൈദയുമായിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലോട്ട് പാലാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഫ്രഷ് മിൽക്കാണ് ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. നമ്മൾ ആകെ എടുക്കുന്ന മെഷർമെൻറ്റ് 1/2 കപ്പാണ്. അപ്പോൾ 1/2 കപ്പിൽ മുഴുവൻ ആദ്യം ചേർത്ത് കൊടുക്കരുത്. കുറച്ചായി ചേർത്തിട്ട് ഇതൊന്ന് യോജിപ്പിച്ചെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ആദ്യം ഒരു ഇത്തിരി ചേർത്ത് ബാറ്റർ ഒന്ന് നമ്മൾ ഫോൾഡ് ചെയ്തെടുക്കുക. നമ്മൾ സാധാരണ കേക്ക് ബാറ്ററിന് റെഡിയാക്കി എടുക്കുന്നത് ചെയ്യുന്ന അതേ രീതിയിൽ തന്നെ പതുക്കെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം നമുക്ക്. അപ്പോൾ ബാക്കിയുള്ളത് കൂടി കുറച്ചായി ഒഴിച്ചിട്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കേക്ക് ബാറ്റർ റെഡിയാക്കി എടുക്കാം. ഞാൻ 1/2 കപ്പ് പാലും ചേർത്ത് ഒന്ന് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. നമ്മുടെ കേക്ക് ബാറ്ററിൻ്റെ പാകം കണ്ടില്ലേ? ഈ ഒരു പാകത്തിന് വേണം നമ്മൾ റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇതിലോട്ട് നമുക്ക് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. ഒരു ടീസ്പൂണിനടുത്ത് ആഡ് ചെയ്യാം. എന്നിട്ട് നല്ലതുപോലെ ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നേരത്തെ ചെയ്തതുപോലെ തന്നെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ നമ്മുടെ കേക്ക് ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ബേക്കിംഗ് ട്രേയിലോട്ടേക്ക് മാറ്റാം. അപ്പോൾ ബേക്ക് ചെയ്യുന്നതിനായിട്ട് ഞാനിവിടെ സാധാരണ ഒരു പാത്രമാണ് ഉപയോഗിക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ബേക്കിംഗ് ട്രേ ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം. അപ്പോൾ ഇതിലോട്ടേക്ക് ഞാൻ ബട്ടർ തേച്ചൊന്ന് ഗ്രീസ് ചെയ്തെടുത്തിട്ടുള്ളതാണ്. ബട്ടറോ അതല്ലെങ്കിൽ വെജിറ്റബിൾ ഓയിലോ വെച്ച് നിങ്ങൾക്ക് ഗ്രീസ് ചെയ്യാവുന്നതാണ്. ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ബാറ്റർ ഇതിൻ്റെ 1/4 ഭാഗം വരുന്ന രീതിയിൽ വേണം നിങ്ങൾ ഒഴിച്ചു കൊടുക്കാൻ. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന പാത്രത്തിൻ്റെ അളവിന് എപ്പോഴും 1/4 ഭാഗം മാത്രമേ കേക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കാൻ പാടുള്ളൂ. എന്നാൽ മാത്രമേ നമുക്ക് കറക്റ്റായിട്ട് റെഡിയാക്കി എടുക്കാൻ കഴിയുള്ളൂ. ബാറ്റർ ഒഴിച്ചു കൊടുത്തതിന് ശേഷം തറയിൽ വെച്ചൊന്ന് തട്ടിയിട്ട് ഇതൊന്ന് ലെവൽ ചെയ്തെടുക്കാം. എയർ ബബിൾസ് എന്തെങ്കിലും ഒന്ന് പോകുന്നതിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ ഇത് നല്ല ലെവലായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടുമാണ്. അപ്പോൾ നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതൊന്ന് ബേക്ക് ചെയ്തെടുക്കാം.
ഇനി കേക്ക് ബേക്ക് ചെയ്തെടുക്കുന്നതിനായിട്ട് നിങ്ങൾക്ക് ഇഡ്ഡലി പാത്രം ഉപയോഗിക്കാം, അതല്ലെങ്കിൽ പ്രഷർ കുക്കർ ഉപയോഗിക്കാം. ഏത് പാത്രം, സാധാരണ പാത്രം വേണമെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. അതല്ലെങ്കിൽ മൈക്രോവേവ് ഓവൻ ഉണ്ടെങ്കിൽ അത് ഉപയോഗിച്ച് ചെയ്യാം. ഇപ്പോൾ പ്രഷർ കുക്കറോ മറ്റുള്ള പാത്രങ്ങളിലൊക്കെയാണ് ചെയ്യുന്നതെങ്കിൽ ഇതുപോലെ ഒന്നുകിൽ ഉപ്പിട്ട് കൊടുക്കുക, അതല്ലെങ്കിൽ മണൽ വെതറി കൊടുക്കുക താഴെ ഭാഗത്തായിട്ട്. എന്നിട്ട് ഇതിൽ നമുക്ക് താഴെ ഭാഗത്ത് നമ്മുടെ കേക്ക് ട്രേ ഇറക്കി വെക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു ചട്ടിയുടെ ഒക്കെ അടിയിൽ വെക്കുന്ന റിങ് ഉപയോഗിക്കുക, അതല്ലെങ്കിൽ ഏതെങ്കിലും സ്റ്റീൽ പ്ലേറ്റ് കമിഴ്ത്തി വെച്ചാലും മതി. എന്നിട്ട് ഇത് അടച്ചു വെച്ചിട്ട് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഒരു 10 മിനിറ്റ് നമുക്ക് നല്ലതുപോലെ ഒന്ന് ചൂടാക്കിയെടുക്കാം. അപ്പോൾ പാത്രം നല്ലതുപോലെ ചൂടായതിന് ശേഷം നമ്മൾ ബേക്ക് ചെയ്യാൻ വേണ്ടി ട്രേ ഒന്ന് ഇതിലോട്ടേക്ക് ഇറക്കി വെച്ചിട്ടാണ് ഉള്ളത്. ഇനി നമുക്കിത് അടച്ചു വെച്ചിട്ട് ഒരു 30 മിനിറ്റ് തുടങ്ങി 40 മിനിറ്റ് വരെയാണ് നമ്മൾ ബേക്ക് ചെയ്തെടുക്കേണ്ടത്. ഒരു 40 മിനിറ്റിന് ശേഷം തുറന്ന് നോക്കാം. ബേക്ക് ആയില്ല എന്ന് തോന്നുവാണെങ്കിൽ അതേ ഫ്ലെയിമിൽ, ഏറ്റവും ലോ ഫ്ലെയിമിലിട്ടിട്ട് 5-10 മിനിറ്റ് നേരം ഒന്ന് അധികം വെച്ചാൽ മതി. അപ്പോഴത്തേക്കും കറക്റ്റ് പാകം. ഒരു 40 മിനിറ്റ് ഒക്കെ ആകുമ്പോഴത്തേക്കും കറക്റ്റ് ബേക്കായി കിട്ടും. ഫ്ലെയിം എപ്പോഴും ലോ ടു മീഡിയം ഫ്ലെയിം ഇടുക, ഹൈ ഫ്ലെയിമിലിട്ട് ചെയ്യരുത്. ഇനി നിങ്ങൾ മൈക്രോവേവ് ഓവനാണ് ഉപയോഗിക്കുന്നതെങ്കിൽ 180 ഡിഗ്രി സെൽഷ്യസിൽ 30 to 40 മിനിറ്റ്സ് ആണ് നമ്മൾ ബേക്ക് ചെയ്തെടുക്കാൻ എടുക്കുന്ന സമയം. അപ്പോൾ ഒരു 40 മിനിറ്റിന് ശേഷം നമുക്ക് തുറന്ന് നോക്കാം. അപ്പോൾ കേക്ക് ബേക്കായി വരുന്ന ആ ഒരു സമയം കൊണ്ട് നമുക്ക് ഇതിലോട്ടുള്ള ക്രീം ഒന്ന് റെഡിയാക്കി എടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഇതിനായിട്ട് ഞാനൊരു ഗ്ലാസിൻ്റെ ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അപ്പോൾ പൊടിച്ച പഞ്ചസാരയാണ് ഞാൻ ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. ഒരു 1/4 കപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് ഫ്രഷ് മിൽക്കാണ്. ഇത് നമുക്കൊരു 1/4 കപ്പ് തുടങ്ങി 1 കപ്പ് വരെ ഉപയോഗിക്കാവുന്നതാണ്. ഞാനിപ്പോൾ 1/4 കപ്പാണ് എടുത്തിട്ടുള്ളത്. അതൊന്ന് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് നിങ്ങൾക്ക് ഒന്നുകിൽ ഫ്രഷ് ക്രീം ഉപയോഗിക്കാം, അതല്ലെങ്കിൽ വിപ്പിംഗ് ക്രീം, ഏതാണ് നിങ്ങളുടെ കയ്യിലുള്ളത് അതുപോലെ ഉപയോഗിക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഫ്രഷ് ക്രീം, അമൂലിൻ്റെ ഫ്രഷ് ക്രീമാണ് ഉപയോഗിക്കുന്നത്. ഇതൊരു 1/4 കപ്പിനടുത്ത് അളന്ന് വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ അതൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതൊക്കെ കൂടി ഒരു സ്പൂൺ വെച്ച് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ഞാൻ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്കിനി ഫ്രിഡ്ജിലോട്ട് ഒരു 10-15 മിനിറ്റ് വെച്ച് നല്ലതുപോലെ ഒന്ന് തണുപ്പിച്ചെടുക്കാം. അപ്പോൾ ഇനി ഈ ഒരു കേക്കിലോട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഒന്ന് വിപ്ഡ് ക്രീമാണ്, പിന്നെ നമ്മൾ കാരമൽ സോസ് റെഡിയാക്കി എടുക്കണം. അപ്പോൾ വിപ്ഡ് ക്രീം ചെയ്യുന്നത് ഞാൻ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നില്ല, കാരണം ഓൾറെഡി ഞാൻ മറ്റൊരു കേക്കിന് വേണ്ടി ഫ്രോസ്റ്റിംഗ് ചെയ്യാൻ വേണ്ടി വെച്ച വിപ്ഡ് ക്രീം ഓൾറെഡി എൻ്റെ കയ്യിലുള്ളത് കൊണ്ടാണ് അത് വീണ്ടും കാണിക്കാത്തത്. അപ്പോൾ നിങ്ങൾക്ക് വിപ്പിംഗ് ക്രീം, ഞാനിപ്പോൾ ക്രസ്റ്റ് ആൻഡ് ക്രംബിൻ്റെ വിപ്പിംഗ് ക്രീം പൗഡർ വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതുപോലെ വിപ്പിംഗ് ക്രീം പൗഡറായിട്ട് ചെയ്യാം. ഇതാണെങ്കിൽ ഇതിൻ്റെ പിറകിൽ ഇതിൻ്റെ ഇൻസ്ട്രക്ഷൻ ഉണ്ടാവും, അതിനകത്ത് നോക്കിയിട്ടൊന്ന് ചെയ്തെടുത്താൽ മതി. കറക്റ്റായിട്ട് ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട് എങ്ങനെയാണ് റെഡിയാക്കി എടുക്കുന്നത് എന്നുള്ളത്. അതല്ലെങ്കിൽ നിങ്ങൾക്ക് റിച്ചിൻ്റെ പ്രൊഡക്റ്റ് ഉപയോഗിക്കണമെങ്കിൽ നല്ലതാണ് വിപ്പിംഗ് ക്രീം, ഒട്ടും തന്നെ മെൽറ്റ് ആവില്ല. പിന്നെ ഈ ഒരു കേക്കിന് നിങ്ങൾക്ക് വേണമെങ്കിൽ ബട്ടർ ക്രീം ഫ്രോസ്റ്റിംഗ് ചെയ്യാം, നല്ല ടേസ്റ്റാണ്. അപ്പോൾ ബട്ടർ ക്രീമിൻ്റെ റെസിപ്പി 2-3 ദിവസം മുന്നേ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെയൊക്കെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അതിനകത്ത് നോക്കിയാൽ മതി. അപ്പോൾ നമുക്ക് ഇനി ഇതിലോട്ടുള്ള കാരമൽ സോസ് എങ്ങനെയാണ് റെഡിയാക്കി എടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇനി ഇതിലോട്ടുള്ള കാരമൽ സോസ് റെഡിയാക്കി എടുക്കുന്നതിനായിട്ട് ഞാൻ ഫ്ലെയിം ഓൺ ചെയ്തിട്ടുണ്ട്. ഒരു സോസ് പാനിലോട്ടേക്ക് 1/4 കപ്പിനടുത്ത് പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇത് നല്ലതുപോലെ ഉരുക്കിയെടുക്കാം, ഒട്ടും തന്നെ വെള്ളം ചേർക്കരുത്. അപ്പോൾ അത്യാവശ്യം സമയം എടുക്കും ഇതൊന്ന് ഉരുക്കി കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് തന്നെ സമയം എടുത്തിട്ട് കാരമൽ റെഡിയാക്കി എടുക്കാം നമുക്ക്. അപ്പോൾ ഇത് നല്ലൊരു കളറായി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് 1 ടേബിൾ സ്പൂണിനടുത്ത് ബട്ടർ ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ നിങ്ങൾക്ക് ഒന്നുകിൽ വിപ്ഡ് ക്രീം ഉപയോഗിക്കുക, അതല്ലെങ്കിൽ ഫ്രഷ് ക്രീം ആണെങ്കിൽ ഉപയോഗിച്ചാൽ മതി. ഒരു 1/4 കപ്പിനടുത്താണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഈ കാരമലായിട്ട് ക്രീമിനെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നമുക്ക്. അപ്പോൾ കാരമൽ സോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചെറുതായി ചൂടാറട്ടെ. അതിനുശേഷം നമുക്ക് കേക്ക് എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. 30 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. കേക്ക് നല്ലതുപോലെ ബേക്കായി കിട്ടിയിട്ടുണ്ട്. നമുക്കൊരു സ്റ്റിക്ക് വെച്ചിട്ടൊന്ന് കുത്തി നോക്കാം. കണ്ടില്ലേ, സ്റ്റിക്ക് നല്ല ക്ലിയർ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. കറക്റ്റ് 40 മിനിറ്റ് എടുത്തിട്ടുള്ളൂ കേട്ടോ. ഇനി നമുക്കൊന്ന് ചൂടാറാൻ വേണ്ടി വെക്കാം. അതിനുശേഷം നമുക്ക് ഫ്രോസ്റ്റിംഗ് ചെയ്തെടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ കേക്ക് ഞാൻ ചൂടാറിയതിന് ശേഷം പാത്രത്തിനകത്ത് മാറ്റിയിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ മുകൾ ഭാഗത്ത് കുറച്ച് ബ്രൗൺ ഷെയ്ഡ് കൂടുതലായിട്ടുള്ളത് കൊണ്ട് ഞാനതൊന്ന് കട്ട് ചെയ്ത് ലെവൽ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിനകത്തോട്ട് മാറ്റി ഐസിങ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇനി കേക്കിൻ്റെ മുകൾ ഭാഗത്തായിട്ട് ഒരു സ്റ്റിക്ക് ഉപയോഗിച്ച് കുറേ ഹോൾസ് ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ മുകൾ ഭാഗത്തായിട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന പാലിൻ്റെയും ക്രീമിൻ്റെയും കൂടിയുള്ള ആ മിക്സ് മുഴുവനായിട്ടൊന്ന് ഒഴിച്ചു കൊടുക്കുക. കേക്ക് നല്ല സോഫ്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. പിന്നെ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഈ ക്രീമിൻ്റെ ഒരു മിക്സ് ഇതിനകത്തോട്ടേക്ക് വന്ന് കേക്ക് ഇതിൽ കുതിർന്ന് വരുമ്പോൾ. അപ്പോൾ അത്യാവശ്യം നന്നായിട്ട് തന്നെ ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതിൻ്റെ മുകൾ ഭാഗത്തായിട്ട് നമ്മൾ നേരത്തെ വിപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ക്രീം ചേർത്തിട്ട് മുഴുവൻ ഒന്ന് സ്പ്രെഡ് ചെയ്തെടുക്കാം.
അപ്പോൾ ക്രീം ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി. കറക്റ്റ് ലെവൽ ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം നമ്മൾ ഇതിൻ്റെ മുകൾ ഭാഗത്തായിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ക്യാരമൽ ചേർത്ത് കൊടുക്കാനുള്ളതാണ്. അപ്പോൾ ആ റെഡിയാക്കി വെച്ചിരിക്കുന്ന ക്യാരമൽ ഇതിൻ്റെ മുകൾ ഭാഗത്തായിട്ട് ചേർത്ത് മുഴുവൻ ഒന്ന് സ്പ്രെഡ് ചെയ്തെടുക്കാം. അപ്പോൾ ഐസിങ് നൈഫൊക്കെ ഉണ്ടെങ്കിൽ അത് ഉപയോഗിച്ചിട്ട് ചെയ്യുക, അതല്ലെങ്കിൽ ഇതുപോലെ സ്പൂൺ വെച്ച് ചെയ്തെടുത്താലും മതി. മുഴുവനായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്തെടുക്കാം നമുക്ക്. അപ്പോൾ മുഴുവൻ കാരമൽ സോസും സ്പ്രെഡ് ചെയ്തതിന് ശേഷം ഞാൻ ഇതുപോലൊരു പ്ലാസ്റ്റിക് കവറിൽ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള വിപ്ഡ് ക്രീം ഫില്ല് ചെയ്തിട്ട് ഇതിൻ്റെ താഴെ ഭാഗത്തായിട്ട് ചെറിയൊരു ഹോൾസ് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ജസ്റ്റ് ലൈൻസ് ഇട്ട് കൊടുക്കുക ചെയ്തത്. നോസിലൊന്നും ഉപയോഗിച്ചിട്ടില്ല, സാധാരണ ഇതുപോലുള്ളൊരു കവർ വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതുപോലൊരു ലൈൻസ് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഡിസൈനൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഒരു കത്തി ഉപയോഗിച്ചിട്ട് ഞാൻ ജസ്റ്റ് കണ്ടില്ലേ ഇതുപോലൊന്ന് ലൈൻസ് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ കത്തി കൊണ്ട് ചെയ്തത് കണക്ക് കഴിയുമ്പോൾ നമുക്ക് നല്ലൊരു ഡിസൈനായിട്ട് ഇതുപോലെ റെഡിയായി കിട്ടും. ഇനി കുറച്ച് സമയം നമുക്ക് ഫ്രിഡ്ജിനകത്ത് വെക്കാം. അതിനുശേഷം ഞാനൊരു പീസ് ഒന്ന് കട്ട് ചെയ്തിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ കേക്ക് നല്ല സെറ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി ഒരു പീസ് ഞാനൊന്ന് കട്ട് ചെയ്തിട്ട് കാണിച്ചു തരാം. ഒരു പീസ് ഒന്ന് കട്ട് ചെയ്ത് ഒരു പാത്രത്തിനകത്തോട്ടേക്ക് മാറ്റിയിട്ടുണ്ട്. ശരിക്കും നമ്മൾ ആ പാലൊക്കെ ചേർത്ത് ഡിപ്പ് ചെയ്ത് വെക്കുന്നത് കൊണ്ട് തന്നെ നല്ല അത്രയധികം സോഫ്റ്റ് ആയിട്ടാണ് ഈ ഒരു കേക്ക് ഉണ്ടാകുക. പിന്നെ നമ്മൾ ഇതിനകത്ത് ബേക്കിംഗ് ട്രേയോ അതുപോലെ തന്നെ ഐസിങ് ടൂൾസ് അങ്ങനെ ഒന്നും ഉപയോഗിച്ചിട്ടില്ല. നമ്മുടെ വീട്ടിലുള്ള കാര്യങ്ങൾ മാത്രം ചെയ്തെടുക്കുന്ന ഒരു മെത്തേഡിലാണ് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ബേക്കിംഗ് ട്രേയും ഐസിങ് ടൂൾസൊക്കെ വെച്ച് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി പെർഫെക്ഷനായിട്ട് നിങ്ങൾക്ക് ചെയ്തെടുക്കാം. അല്ലാതെ തന്നെ കണ്ടില്ലേ നമ്മൾ ഈ ഒരു ബൗളിലൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്, നമുക്ക് നല്ല കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. കഴിക്കാനാണെങ്കിലും നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഈ ക്രിസ്മസിന് എല്ലാവരും തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക. നല്ലൊരു വെറൈറ്റി ടേസ്റ്റ് ആയിട്ടുള്ള കേക്കാണ്. ഒരു പീസ് ഞാനൊന്ന് അടുത്ത് കാണിച്ചു തരാം, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. കണ്ടില്ലേ നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഈ ഒരു കേക്ക് ഇരിക്കുന്നത്. എല്ലാവരും തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കാൻ മറക്കരുത്. നെക്സ്റ്റ് വീഡിയോയിൽ ഇനിയും നല്ലൊരു വെറൈറ്റി ഡിഷ് ആയി കാണാം. അതുവരെ ടേക്ക് കെയർ, ബൈ ബൈ.